11 ദിവസമായി നടന്ന ചർച്ചകൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിൽ ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സീനിയോറിറ്റി എല്ലാം മറികടന്ന് ജനങ്ങളുടെ വികാരവും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും എല്ലാം മാനിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ നിന്നും പ്രഖ്യാപനമുണ്ടായത്. AICC ആസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചത്. വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ട ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ടീം UDFന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് ഇതെന്നും മുഖ്യമന്ത്രി പദം ഒരു ദൈവ നിയോഗമായിട്ട് കാണുന്നുവെന്നും സതീശൻ പറയുകയാണ്. AICCക്കും രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും സതീശൻ നന്ദി പറഞ്ഞു. ചെന്നിത്തലയും KCയും തനിക്ക് ഏറ്റവും പ്രിയങ്കരനായ നേതാക്കളാണെന്നും പുതുകേരളം കെട്ടിപ്പടുക്കാൻ ടീം ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. തിരസ്കാരത്തിന്റെയും മാറ്റി നിർത്തലിന്റെയും കാലങ്ങൾ കടന്ന് 2001 പരവൂരിൽ നിന്ന് നിയമസഭാ അംഗമായ ഒരാളാണ് വി.ഡി. സതീശൻ.